രാവിലെ തന്നെ അടിപൊളി ഒരു സോങ്ങോട് കൂടി ബിഗ് ബോസ് വീട് ഉണർന്നിരിക്കുകയാണ്. ജോണി മോനെ ജോണി എന്നുള്ളൊരു പാട്ടൊക്കെയാണ്. അതിന്റെ ഇടയ്ക്ക് തന്നെ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, ആ ഒരു പാട്ടാണ് കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കുന്നത്. മിക്സഡ് ആയിട്ടുള്ള ഒരു പാട്ടുകളായിരുന്നു വന്നിട്ട്. എനിക്ക് തോന്നി എന്തതിശയമേ ദൈവത്തിന് സ്നേഹം ആ ഒരു പാട്ട് ഇട്ട് കൊടുത്തത് ഇവർക്ക് പണി കൊടുക്കാനുള്ളതല്ലേ, 7ന്റെ പണി തന്നെ ഇവർക്ക് കൊടുക്കാനുള്ളതല്ലേ എന്ന് കരുതിയിട്ടാവാം ബിഗ് ബോസ് ആ ഒരു സോങ് ഒക്കെ ഇട്ട് കൊടുത്തത്. അപ്പൊ സോങ് ഏതും ആയിക്കോട്ടെ, കണ്ടസ്റ്റൻസ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തു. എല്ലാവരും ഒരേപോലെ, ആരും മാറിയൊന്നും നിന്നില്ല. എല്ലാവരും നല്ലതുപോലെ ഡാൻസ് ഒക്കെ ചെയ്തു. നല്ല എനർജറ്റിക് ആയിരുന്നു മോർണിംഗ്. അപ്പൊ എല്ലാവരും അതെല്ലാം കഴിഞ്ഞ് ഡാൻസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് പോയി. അപ്പം പിന്നെ കാണിക്കുന്നത് അനീഷും ഷാനവാസും തമ്മിൽ നല്ല പൊരിഞ്ഞടിയായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറഞ്ഞു, ബിന്നിയാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞത്. ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോഴത്തേക്ക് അനീഷ് പറയുന്നു സുപ്രഭാതം പറയുന്നു. ഇംഗ്ലീഷ് അല്ല പറയേണ്ടത്, ഇംഗ്ലീഷിൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് വേർഡാണ്, ഇവിടെ മലയാളമാണ് പറയേണ്ടത്, സുപ്രഭാതം എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് അതിനെ ചൊല്ലിയായി തർക്കം. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പറയുന്നു, ബിന്നി പറയുന്നു, ഞങ്ങൾ എല്ലാ ദിവസവും നമ്മളെന്നല്ല എല്ലാവരും രാവിലെ ഗുഡ് മോർണിംഗ് അല്ലേ പറയാറ്, ആരും സുപ്രഭാതം ശുഭദിനം എന്നൊന്നും പറയത്തില്ലല്ലോ എന്നൊക്കെ ബിന്നിയൊക്കെ പറയുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നു അത് അങ്ങനെയല്ല, നമ്മൾ രാവിലെ തന്നെ സുപ്രഭാതം എന്നാണ് പറയേണ്ടത്, ഗുഡ് മോർണിംഗ് പറയരുത്. അപ്പോഴത്തേക്ക് ഷാനവാസ് കയറി തർക്കമായി. കുറെ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരും കൂടെ ചേർന്ന് അനീഷിനെ അടുത്ത് നന്നായിട്ട് തർക്കിക്കുന്നുണ്ട്. അങ്ങനെ വഴക്കൊക്കെ മുറുകിയപ്പോഴത്തേക്ക് അതിന്റെ ഇടയ്ക്ക് അനുമോൾ വന്നു. അനുമോൾ എല്ലാവരും പിടിച്ചു മാറ്റുന്നുണ്ട്. എവിടെ ഒരു വഴക്ക് നടന്നാലും അനുമോൾ അവിടെ അപ്പൊ തന്നെ വരും, വന്നിട്ട് എല്ലാവരും പിടിച്ചു മാറ്റുന്നുണ്ട്. അങ്ങനെയാണ് അനുമോളും. അതെല്ലാം കഴിഞ്ഞ് വഴക്കും കാര്യങ്ങളും തർക്കങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇവർ മാറിയിരിക്കുമ്പോഴത്തേക്കും അനുമോളെ കളിയാക്കുന്നു ഷാനവാസ്, അപ്പാനിശരത്ത് ഇവരെല്ലാം കൂടെ അനുമോളെ കളിയാക്കുന്നു. അനുമോൾ ഒന്നിനും പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അനുമോൾ പറഞ്ഞു ഞാൻ ഇതുപോലുള്ള ചീള് കേസുകൾ പറയത്തില്ല, നിങ്ങൾ തൊട്ടേനും പിടിച്ചേനും വഴക്കുണ്ടാക്കാനായിട്ട് നടക്കാന്ന് പറഞ്ഞ് അനുമോൾ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അപ്പാനിശരത്ത് അനുമോളെ എന്തോ പറയുന്നുണ്ട്. അപ്പം അനുമോൾ പറയുന്നു ബിഗ് ബോസിൽ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ അന്വേഷിച്ചായിരുന്നു, അപ്പോഴത്തേക്ക് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ വെറും എലിക്കുഞ്ഞാന്നാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ഒരു ഫണ്ണി ആയിരുന്നു, ആ ഒരു നല്ല നമുക്കൊരു എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു. നല്ല അനുമോളൊക്കെ നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഷാനവാസ് ചൊറിഞ്ഞ് അനുമോൾ എടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പാനിശരത്തിന് എന്തോ കഴുത്തുളുക്കി ബിഗ് ബോസിനോട് മരുന്ന് ആവശ്യപ്പെടുന്നു. അപ്പൊ അനുമോൾ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ആരും മരുന്ന് വാങ്ങിക്കാറില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അനുമോൾ പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു വാക്കിൽ കയറി ഷാനവാസ് പിടിച്ചു. ബിന്നി ഡോക്ടർ ആണല്ലോ, ബിന്നിയെ വിളിച്ചു വരുത്തുന്നു. അപ്പോഴത്തേക്ക് അവിടെ ഒരുപാട് സംസാരങ്ങളാവുന്നു. മരുന്ന് മേടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അനുമോളുടെ കയ്യിൽ നിന്ന് പോയി ഷാനവാസ്. ശരിക്കും പറഞ്ഞാൽ അനുമോളെ ചുണ്ടുപിടിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഷാനവാസ് അത്രയും അവിടെ പറയുന്നത്. പക്ഷെ അനുമോള് കയറി ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് അനുമോൾക്ക് എന്ത് പറയണമെന്ന് അറിയാതെ അനുമോള് പൊട്ടിക്കരഞ്ഞു. അനുമോള് കരഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസ് പറഞ്ഞു എനിക്ക് ഇതായിരുന്നു വേണ്ടേന്ന് പറഞ്ഞിട്ട് ഷാനവാസ് പറഞ്ഞു. അപ്പോഴത്തേക്ക് പറയുന്നു എടി മണ്ടി, നിന്നെ കരയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, കാരണം ബിഗ് ബോസ് വന്നപ്പോഴത്തേക്ക് കരയത്തില്ലെന്ന് നീ പറഞ്ഞില്ലേ, അതുകൊണ്ട് നിന്നെ കരയിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടൊന്നും അനുമോള് കേൾക്കുന്നില്ല. അനുമോള് മാറിയെന്ന് പൊട്ടിക്കരയാണ്. അപ്പൊ നമ്മൾ ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നുണ്ട്, അനുമോള് നന്നായിട്ട് കരയുന്നുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് കരയുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടെ അനുമോളെ ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നു. ലാസ്റ്റ് കളി അവിടെ മാറുകയാണ്. എല്ലാവരും കൂടി ഷാനവാസിന്റെ നേരെ വരുന്നുണ്ട്. ഷാനവാസ് അവിടെ കുറ്റക്കാരനായി. പക്ഷെ അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് അനുമോള് എന്റെ പെങ്ങളെ പോലെയാണ്, അനുമോള് എനിക്ക് എന്റെ മക്കളെ പോലെയാണ്, അങ്ങനെയൊക്കെ, അതുകൊണ്ടാണ് അവളുടെ അടുത്ത് എനിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവളെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വാശി പിടിപ്പിച്ച് ചുണ്ടി പിടിപ്പിച്ചതാണ്, അങ്ങനെയൊക്കെ ഷാനവാസും പറയുന്നുണ്ട്. പക്ഷെ അതവിടെ ഏൽക്കുന്നില്ല. എല്ലാവരും കൂടെ ഷാനവാസിന്റെ നേരെ നിങ്ങൾ ഓവർ സ്മാർട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പെട്ടെന്ന് തന്നെ റെന ഫാത്തിമ വരുന്നു. റെന ഫാത്തിമ ഷാനവാസുമായിട്ട് നല്ലതുപോലെ പ്രശ്നം ഉണ്ടാവുന്നു. റെന ഫാത്തിമ ഒച്ച വെച്ച് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതുപോലെ ഒച്ച വെച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ അനീഷ് വരുന്നു. അനീഷ് ക്യാപ്റ്റൻ ആണല്ലോ. അപ്പൊ അനീഷ് വന്നിട്ട് ഇവരെ തമ്മിൽ മാറ്റി അനുമോളെയും ഷാനവാസിനെയും കൂടെ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യിപ്പിച്ചു, പറഞ്ഞെല്ലാം കോംപ്രമൈസ് ആക്കിച്ചു. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്. മോർണിംഗ് ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മൈജി കോർണറിൽ പോയിരിക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ എല്ലാവരും മൈജി കോർണറിൽ പോയിരുന്നപ്പോ നല്ല വെയിലുണ്ട്. അപ്പൊ ആ വെയിൽ തിരിക്കണ്ടാന്ന് അനീഷ് പറയുന്നു. അത് കേൾക്കാതെ അപ്പാനിശരത്ത്, ബാക്കി എല്ലാവരും വെയിലത്തുനിന്ന് മാറി നിന്നു. പക്ഷെ അപ്പാനിശരത്ത് മാത്രം അവിടെ തന്നെ ഇരുന്നു. ക്യാപ്റ്റൻ ആണെങ്കിലും പറയുന്നത് കേൾക്കാൻ താല്പര്യം ഇല്ലാത്ത രീതിയിൽ മുഖഭാവമൊക്കെ ഒരു പുച്ഛത്തോടെയൊക്കെ ആയിരുന്നു അപ്പാനിശരത്തിന്റെ. അപ്പം അനീഷ് പറഞ്ഞത് എന്തായാലും ഒരു നല്ല കാര്യമാണ്, വെയിലത്തിരിക്കണ്ട, എല്ലാവരും മാറിയിരിക്കും, കാരണം പുറകിലോട്ട് നല്ല തണലുള്ള സ്ഥലങ്ങൾ ഉണ്ടല്ലോ, അവിടെ ഇരിക്കാനാണ് അനീഷ് പറഞ്ഞത്. അപ്പൊ അനീഷ് പറയുന്നത് അനുസരിക്കാനായിട്ട് അപ്പാനിശരത്തിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നി. പെട്ടെന്ന് തന്നെ ബിഗ് ബോസ് വിളിച്ച് പറയുന്നു, നിങ്ങൾ രാവിലെ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ എന്താണ്, പ്രേക്ഷകരെല്ലാം പറയുന്നത് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നാണ്, നിങ്ങൾ സ്ക്രിപ്റ്റഡ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ല, ബിഗ് ബോസിനും ഒന്നും മനസ്സിലായില്ല, സത്യത്തിൽ എന്താണ് അവിടെ നടന്നേ എന്നൊക്കെ ചോദിക്കുന്നു. ഏതാ അനീഷും ഷാനവാസും തമ്മിൽ വഴക്കുണ്ടായില്ലേ, അതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയുന്നു എനിക്കൊന്നും മനസ്സിലാകാത്തത് കൊണ്ടും പ്രേക്ഷകർ ഇങ്ങനെ ചോദിച്ചത് കൊണ്ടും ആ സംഭവം ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാൻ പറയുന്നു. എല്ലാവർക്കും കിളി പോയി, കാരണം ഓട്ടോമാറ്റിക്കലായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്, അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പോൾ എങ്ങനെ സാധിക്കും. അങ്ങനെ അവർ റീക്രിയേറ്റിംഗിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് വലിയൊരു അടിയിലേക്ക് പോയി. ആ റീക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്ക് അനീഷിനെ കളിയാക്കിക്കൊണ്ട് അപ്പാനിശരത്തും ശാരികയും എല്ലാവരും കൂടി ആംഗ്യം കാണിക്കും, അങ്ങനെയൊക്കെ കാണിച്ചു. പക്ഷെ അത് അനീഷിന് ഇഷ്ടമായില്ല. അനീഷ് ഒച്ച ഉണ്ടാക്കി. അങ്ങനെ അത് വലിയ വഴക്ക്, എല്ലാവരും കൂടെ
കൂട്ടം കൂടി നിന്ന് അടിയായി. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ഉദ്ദേശം അതായിരുന്നു. കാരണം ഇവരെല്ലാരും വഴക്കൊന്നും ഇല്ലാതെ കോംപ്രമൈസിൽ പോയപ്പോഴത്തേക്ക് ബിഗ് ബോസിന് സഹിച്ചില്ല. ബിഗ് ബോസ് ഇവർ അടിയിടാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ നെവിനും രേണുസുതിയും തമ്മിൽ നല്ല ഒച്ചയായി. അപ്പം ഫാഷൻ ഷോയെ കുറിച്ച് നെവിൻ കളിയാക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും രേണുസുതി പറയുന്ന ഞാൻ ആര് വിളിച്ചാലും ഞാൻ പോകും, എനിക്ക് ക്യാഷ് കിട്ടിയാൽ ഞാൻ പോകും എന്ന് രേണുസുതി പറയുന്നു. അപ്പം നെവിൻ പറയുന്നു എന്റെ ഷോയിൽ നിങ്ങളെ ഞാൻ വിളിക്കില്ല, നിങ്ങൾ ഇങ്ങോട്ട് കാശ് തന്നാലും നിങ്ങളെ ഞാൻ വിളിക്കില്ല എന്നൊക്കെ നെവിൻ പറയുന്നു. അങ്ങനെ ചൂട് പിടിച്ച് രണ്ടുപേരും തർക്കമായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് മാറി. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് ഇവർക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഇവരുടെ ഡ്രസ്സും ബാഗുകളും എല്ലാം പണിപ്പിന്റെ റൂമിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ സ്റ്റാർ കിട്ടിയ 3 പേർക്ക് മാത്രമേ ഈ ബാഗുകൾ കൊടുത്തിട്ടുള്ളൂ. ഈ ഇവരുടെ കയ്യിൽ നിന്ന് ആദ്യം കിട്ടിയ സ്റ്റാർ കിട്ടിയവരുടെ കയ്യിൽ നിന്നൊക്കെ തട്ടിപ്പറിച്ചതൊക്കെ പോയായിരുന്നു. അങ്ങനെ അവര് ബാഗ് തിരിച്ചു വെക്കേണ്ടി വന്നു. ബിന്നി, ഷാനവാസ് ഇവരൊക്കെ ബാഗ് തിരിച്ചു വെക്കേണ്ടി വന്നു. അപ്പൊ ഇവര് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ ഡ്രസ്സ് വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡ്രസ്സാണ് ഈ നിമിഷം വരെ അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മാറാനോ ഡ്രസ്സ് മാറാനോ അവർക്കൊന്നും ഉപയോഗിക്കാനോ മേക്കപ്പ് ഐറ്റംസ് ആണേലോ ഒന്നുമില്ല അവർക്ക്, എല്ലാം ഈ ബാഗിനകത്ത്. അപ്പൊ ഇപ്പൊ കൊടുത്തിരിക്കുന്ന ടാസ്ക് ഇത്ര സെക്കൻഡിനുള്ളിൽ 2 പേർക്ക് അകത്ത് കയറാം. അതിനകത്ത് ഇവർക്ക് കഴിക്കാനുള്ള ഫുഡുകളും കാര്യങ്ങളും ചിക്കൻ, മീൻ അങ്ങനെയുള്ള ലക്ഷറി ഐറ്റംസ് ഉണ്ടാവാം. പിന്നെ ചില ബാഗുകളിലും ഡ്രസ്സുകളായിരിക്കാം, മേക്കപ്പ് ഐറ്റംസ് അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ എല്ലാം മിക്സ്ഡ് ആയിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. കാരണം ടോപ്പ് പാന്റ് ഒരുമിച്ചല്ല, ചിലതിനകത്ത് ടോപ്പ് ഉണ്ടാവും, ചിലതിനകത്ത് പാന്റ് ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് പെട്ടെന്ന് ചിന്തിച്ച് ഏറ്റവും കൂടുതൽ സാധനം എടുക്കാൻ കഴിയുന്നവരെ മാത്രം അകത്തേക്ക് വിടുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ കുറെ നേരം ആലോചിച്ചതിന് ശേഷം ആദിലെ നൂറെ തിരഞ്ഞെടുത്തു, പിന്നെ അക്ബർ ഖാനെ തിരഞ്ഞെടുത്തു. ആദിലെ നൂറെ ആകുമ്പോഴത്തേക്ക് 2 പേരാണല്ലോ, ഒരു കണ്ടസ്റ്റന്റ് ആണെങ്കിലും 2 പേരാണല്ലോ, അപ്പൊ 2 പേരിൽ കൊള്ളാവുന്ന അത്രയും സാധനം എടുക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ തീരുമാനിച്ചു. ബിഗ് ബോസിനോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർ തീരുമാനം എടുത്തു കഴിഞ്ഞു. ആദിലെ നൂറയും കൂടെ ഡ്രസ്സുകൾ എടുക്കുക, ഡ്രസ്സുകൾ അടങ്ങിയ ബാഗ് എടുക്കുക, അക്ബർ ഖാൻ ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ബാഗ് എടുക്കുക, അങ്ങനെയൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ബിഗ് ബോസിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ബിഗ് ബോസ് പറയുന്നു ടൈം ഞാൻ അറിയിക്കാം, ടാസ്കിന്റെ ടൈം ഞാൻ അറിയിക്കാം എന്ന് പറയുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കാണിക്കുന്നത് അപ്പാനിശരത്ത്, അബി, ആര്യൻ ഇവരെല്ലാം കൂടി ഇരുന്ന് പറയുന്നു ഓരോരുത്തരെ ചൊറിഞ്ഞ് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അക്ബർ ഖാന്റെ ഒക്കെ സ്വഭാവം പുറത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അക്ബർ ഖാനും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. പിന്നെ നേരെ ഇവര് ജിസേലിന്റെ അടുത്തോട്ടാണ് ചെല്ലുന്നത് ചൊറിഞ്ഞുകൊണ്ട്. അപ്പൊ ജിസേലിനോട് ഒന്നിലും ഇടപെടുന്നില്ല, നിങ്ങൾ മേക്കപ്പ് മാത്രം ഇട്ടിരിക്കുകയാണെന്നൊക്കെ ജിസേലിനോട് പറയുന്നുണ്ട്. അപ്പൊ ജിസേൽ പറയുന്നു എന്താണ് വഴിക്കിടുന്നതാണോ ഗെയിം എന്ന് ചോദിക്കുന്നു. ജിസേൽ പറയുന്നു. അപ്പൊ അവര് നിങ്ങൾ ഇവിടെ എന്തെല്ലാം വിഷയം നടന്നിട്ട് നിങ്ങൾ ഇടപെട്ടോ എന്ന് ജിസേലിനോട് അപ്പാനിശരത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിസേൽ പറയുന്നത് വഴക്കിനകത്ത് ഞാൻ ഇടപെടത്തില്ല, അത് എന്റെ വിഷയമല്ല, പിന്നെ ഗെയിം ഞാൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്ന് ജിസേൽ പറയുന്നു. അപ്പൊ പറയുന്നത് നിങ്ങൾ അനീഷിനെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ എല്ലാവരും അനീഷിന്റെ നേരെ നിങ്ങൾ നടന്നിട്ട് നിങ്ങൾ ഇത്രയും നേരം അനീഷിന്റെ മണ്ടിക്കായിരുന്നു, അത് കഴിഞ്ഞ് വേറൊരു കണ്ടസ്റ്റന്റിന്റെ പുറകിന് പോയി, ഇപ്പൊ നിങ്ങൾ എന്റെ നേരെ പുറകിന് വരുന്ന പറഞ്ഞ് ജിസേലിനെ ഇവര് ചൊറിഞ്ഞ് ഇളക്കി ജിസേൽ ഒച്ച വെക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഒരു ഗെയിം പ്ലാനിങ് ആയിരുന്നു ഇങ്ങനെ ചൊറിഞ്ഞ് ഓരോരുത്തരെ പുറത്ത് കൊണ്ടുവരിക, ഫേക്കായിട്ടിരിക്കുന്നവരെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഇവരുടെ ഒരു ഗെയിം പ്ലാനിങ് ആയിരുന്നു. ഇപ്പോഴും പുറത്ത് വരാത്ത ആൾക്കാർ ഒരുപാട് പേര് അതിനകത്തിരിപ്പുണ്ട്. ശൈത്യ സന്തോഷ് ഒന്നിനകത്തും ആക്റ്റീവായിട്ട് കാണുന്നില്ല. പിന്നെ ആദിലാനൂർ, ഇവരൊന്നും ഒന്നിനകത്തും, ഈ ആദിലാനൂറൊക്കെ എപ്പോൾ നോക്കിയാലും ഏതെങ്കിലും ഒരു സൈഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ശൈത്യ സന്തോഷ്, അതുപോലെ തന്നെ ഓനിയൻ സാബു, അവരൊന്നും വലുതായിട്ട് ആക്റ്റീവായിട്ട് കാണുന്നില്ല. അപ്പൊ അവരൊക്കെ കുറച്ചും കൂടി ആക്റ്റീവായിട്ട്, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന്റെ ഭാഷയിൽ വാലുകളായിട്ടിരിക്കുകയാണ് അവരൊക്കെ ചെയ്യുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരും കൂടി ചേർന്നിട്ട് അനീഷിനെ പുറത്താക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അനീഷ് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. രജിത് സാറിന്റെ ഒക്കെ ആ ഒരു ലെവലിലാണ് ആള് പോകുന്നത്. പുറത്ത് നല്ല ഫാൻസും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓവറായിട്ട് വഴക്കിടുന്നില്ല, എന്നാൽ തന്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. വലിയ വഴക്ക് വരുമ്പോൾ ആള് നടക്കാണോ, ഒന്നിലും വഴക്കിടാനായിട്ട് പോകുന്നില്ല. പക്ഷെ പറയേണ്ട സ്ഥലത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പക്ഷെ നല്ലൊരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ടും പിടികിട്ടിട്ടില്ല. ഗെയിം സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ റിസൾട്ട് ഒക്കെ അറിഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഗെയിമിന്റെ ഒക്കെ റിസൾട്ടുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം.